പകർച്ചവ്യാധി ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. ഷിഗല്ല ബാധിച്ച് ഒരാളും ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും വയറിളക്ക രോഗം ബാധിച്ച് ഒരാളും മരിച്ചു. ഇന്ന് 12,191 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. 12 പേർക്കാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണല്ലോ വരുന്നത്. അസിത, അതീവ ജാഗ്രത വേണം പകർച്ചവ്യാധികളിൽ എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പറയുന്നത്. ഡ്രൈഡേ അടക്കം ആചരിക്കണം. ഡ്രൈഡേ കലണ്ടർ അടക്കം നിലവിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വരുന്ന കണക്കും അത് ആശങ്കപ്പെടുന്നത് തന്നെയാണ്. കാരണം ഇന്ന് പകർച്ചവ്യാധികളിൽ സംസ്ഥാനത്ത് 4 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. വയറിളക്ക രോഗം ബാധിച്ച ഒരാളും ഷിഗല്ല ബാധിച്ച ഒരാളും അതുപോലെ ഡെങ്കിപ്പനി ബാധിച്ച 2 പേരുമാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 12,191 പേർ പനി ബാധിച്ച് മാത്രം ചികിത്സ തേടിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിലെ മാത്രം കണക്കാണ്. സംസ്ഥാനത്ത് 12,191 പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടി എന്നതാണ്. ഒരാൾക്ക് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 12 പേർക്കാണ് ഷിഗല്ല ബാധിച്ചിരിക്കുന്നത്. ആ ഷിഗല്ല ബാധിച്ച 12 പേരിൽ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 100 കടന്നു. അതുപോലെ തന്നെ 105 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ ബാധിതന്റെ ആരോഗ്യസ്ഥിതിയും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ പകർച്ചവ്യാധികളുടെ കണക്ക് അത് കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നടത്താനുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.